Once again, welcome back to KC's Classes. KC's Classes-ലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19th സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ബികോം സ്റ്റുഡൻസിൻ്റെ 4 സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഒരൊറ്റ പേപ്പർ മാത്രമാണ് അതിൽ പെൻഡിങ് ഉണ്ടായിരുന്നത്, കോർപ്പറേറ്റ് റെഗുലേഷൻസ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സൊക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസിലെ ബികോം സ്റ്റുഡൻസിൻ്റെ ഈ ഒരു വീഡിയോയോട് കൂടി അവസാനിക്കുകയാണ്. ദെൻ നമ്മൾ അതിനുശേഷം BBA ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ദെൻ എക്സാമിൻ്റെ തലേദിവസം നമ്മൾ എക്സാം റിലേറ്റഡ് ലൈവ് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ളത്, ഇതൊക്കെ വരും ദിവസങ്ങൾ നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. കോർപ്പറേറ്റ് റെഗുലേഷൻ നമുക്ക് 3rd സെമസ്റ്ററിലെ ബിസിനസ് ലോ പഠിക്കാനുണ്ടായിരുന്നു. കമ്പനി ലോ ആണ് നമുക്ക് 4 സെമസ്റ്ററിൽ പഠിക്കാനുള്ള. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ, ലോനെ പറ്റി പറയുമ്പോൾ കുട്ടികൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പ്രശ്നം എന്ന് പറയുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാനും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കുട്ടികൾ എപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. നമുക്ക് മറ്റ് തിയറി പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്ന പോലെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു പ്രശ്നം എപ്പോഴും പറയുന്നതാണ്. ബട്ട് കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ 3rd സെമസ്റ്ററിൽ കമ്പനി അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ പഠിച്ചിട്ടുള്ള പല അക്കൗണ്ടിങ്ങിൻ്റെ തിയറി ചോദ്യങ്ങൾ വീണ്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയാസ് നമുക്ക് ഒരു എഡ്ജ് നൽകുന്നുണ്ട്. അതിൽ നിന്ന് 2 മാർക്സ് ആണെങ്കിലും 5 മാർക്സ് ആണെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. എസ് എ അങ്ങനെ കണ്ടുവന്നിട്ടില്ല. അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ നമുക്ക് ഇഷ്യൂ ഷെയർസ്, ഷെയർ ക്യാപിറ്റൽ, ബോണസ്, റൈറ്റ് ഇഷ്യൂ, ഇസോപ്പ്, സ്വെറ്റ് ഇക്വിറ്റി, അങ്ങനെ ഒരുപാട് ഏരിയാസ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ 3rd സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കമ്പനി അക്കൗണ്ട്സിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്കൊരു എഡ്ജ് തന്നെയാണ്. ദെൻ ബേസിക് ആയിട്ടുള്ള ഏരിയാസ് ഒരുപാടുണ്ട്, എസ്പെഷ്യലി ഫസ്റ്റ് മൊഡ്യൂളിൽ. അപ്പോൾ അങ്ങനെ ബേസിക് ഏരിയാസ്, ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് ഇല്ലാത്ത ഏരിയാസ് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് പാസ്സാകാൻ സാധിക്കും. ദെൻ എല്ലാ കാര്യങ്ങളിലോട്ട് നിങ്ങൾ കുറച്ചും കൂടി കവർ ചെയ്യുകയാണെങ്കിൽ ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാനും സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലോ പഠിക്കുമ്പോൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഈ ഈസി ഏരിയാസ് ഫോക്കസ് ചെയ്ത് എങ്ങനെ പാസ്സാകാം, അതിനുള്ള കാര്യങ്ങൾ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈ മാർക്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കവർ ചെയ്യേണ്ട എൻറ്റയർ ഏരിയാസും നമുക്ക് 1 by 1 ആയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് 2013 ബേസിക്സ്, ദെൻ ഫോർമേഷൻ ഓഫ് കമ്പനീസ്, ദെൻ ഷെയർ ക്യാപിറ്റൽ, ദെൻ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ്, ദെൻ കമ്പനി മീറ്റിംഗ്സ് ആൻഡ് വൈൻഡിങ് അപ്പ്. ഇതാണ് 5 മൊഡ്യൂൾ വരുന്നത്. സോ ഇതിൽ 2 essay കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ്. 2 essay ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന മൊഡ്യൂൾസ്. 4 essay വരുന്നുണ്ടല്ലോ. അപ്പോൾ മിക്ക പേപ്പറിലും ആദ്യത്തെ മൊഡ്യൂളിൽ നിന്നും അവസാനത്തെ മൊഡ്യൂളിൽ നിന്നും ഓരോ essay മിക്കതും ഇടാറുണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ നിങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കണം. 3 പാർട്ടിലും, പാർട്ട് A 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാവട്ടെ, 5 മാർക്സിൻ്റെ ആവട്ടെ, essay ചോദ്യം ആവട്ടെ, ഇതൊക്കെ വരുന്നൊരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ദെൻ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് വരുന്ന ഡീറ്റെയിൽസ് മൊഡ്യൂൾ നമ്പർ 3 കാണാൻ സാധിക്കും. ദെൻ വൈൻഡിങ് അപ്പ് ലാസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ ഈ 3 മൊഡ്യൂൾസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 60% മാർക്സ് കവർ ചെയ്യാൻ സാധിക്കും. അതിൽ ആദ്യത്തെ മൊഡ്യൂളും ലാസ്റ്റ് മൊഡ്യൂളും നോക്കിയാൽ തന്നെ പാസ്സാകാനും സാധിക്കും. ഓക്കെ, സോ നമുക്ക് മൊഡ്യൂൾ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട് ആണ്. സോ ഇതിലാദ്യം തന്നെ നമുക്ക് കമ്പനി എന്താണ് 2 മാർക്സിൻ്റെ നിങ്ങൾ ജസ്റ്റ് നോക്കി വയ്ക്കുക, വരാറുണ്ട് കമ്പനീനെ പറ്റിയിട്ട് 2 മാർക്സ്.
ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക. കാരണം ഫീച്ചേഴ്സിലെ ഓരോ ടീമുകൾ പലപ്പോഴും 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് കണ്ടുവരാറുള്ളതാണ്. ഇപ്പോൾ പെർപ്പച്വൽ സക്സഷൻ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ഇതൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് കൈൻഡ്സ് ഓഫ് കമ്പനീസ് ആണ്. കൈൻഡ്സ് ഓഫ് കമ്പനീസിൽ ഏതെങ്കിലും ഒരു കമ്പനീനെ പറ്റിയിട്ട് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇപ്പോൾ കൈൻഡ്സ് ഓഫ് കമ്പനീസിൽ നമുക്ക് അത് മാത്രമല്ല 5 മാർക്കിൻ്റെ ചോദ്യത്തിലും കാണാറുണ്ട്. പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണ്, 1% കമ്പനി ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഇതൊക്കെ എന്താണ്, ദെൻ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ സ്മോൾ കമ്പനി എന്താണ്, ഫീച്ചേഴ്സ് ഓഫ് സ്മോൾ കമ്പനി, ദെൻ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ഇങ്ങനെ കമ്പനി എന്താണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ഏതെങ്കിലും 1 or 2 വരെ നമുക്ക് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, അതിൻ്റെ ഡിഫറൻസ്, സ്മോൾ കമ്പനിയുടെ ഫീച്ചേഴ്സ്, ഇതൊക്കെ നമുക്ക് 5. ഡോർമെൻറ്റ് കമ്പനി എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. 1% കമ്പനി റിപ്പീറ്റ് ആയിട്ടൊരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്, നോക്കിയിരിക്കണം. സ്മോൾ കമ്പനി ചോദിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് കമ്പനി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മിനിമം 9 മാർക്ക്, 5 മാർക്കിൻ്റെ ഒരു തിയറി ചോദ്യം, 2 മാർക്കിൻ്റെ ചിലപ്പോൾ 1 or 2 ചോദ്യങ്ങൾ വരെ ഈ കൈൻഡ്സ് ഓഫ് കമ്പനിയുടെ ടോപ്പിക്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. നിർബന്ധമായും ഇതൊക്കെ കവർ ചെയ്യുക. ഏതെങ്കിലും ഒരു കമ്പനീനെ പറ്റിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ചോദ്യമോ, ദെൻ ഏതെങ്കിലും ചിലപ്പോൾ 2 കമ്പനീസിൻ്റെ ഡിഫറൻസ് ആയിട്ട് 5 മാർക്കിൻ്റെ ചോദ്യമോ, ദെൻ 2 മാർക്സിൻ്റെ ഏതെങ്കിലും 2 കമ്പനീനെ പറ്റിയിട്ട്, ഡോർമെൻറ്റ് കമ്പനിയോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് കമ്പനി, 1% കമ്പനി, ഇതൊക്കെ എന്താണെന്നുള്ള 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, സ്കിപ്പ് ചെയ്യരുത്. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, എസ് എ ചോദ്യമായിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ്. എസ് എ ഇട്ടിട്ടില്ലെങ്കിൽ അത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ 5 മാർക്കിലും പ്രതീക്ഷിക്കാം. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്താണ്, എസ് എക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കോർപ്പറേറ്റ് വെയിൽ എന്താണ്, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. അത് മാത്രമല്ല 2 മാർക്കിലും അതെടുത്ത് ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം, എസ് എക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 1 ഫോക്കസ് ചെയ്യാനുള്ള. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ് എ ആയിട്ട് ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, അത് എസ് എക്ക് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ സെയിം ടോപ്പിക്ക്. ദെൻ കൈൻഡ്സ് ഓഫ് കമ്പനീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ആയിട്ട് 2 മാർക്കിലും 5 മാർക്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ കമ്പനിയുടെ ബേസിക് ഫീച്ചേഴ്സ് നിങ്ങൾ നോക്കുക, 2 മാർക്കിൻ്റെ അതിലേക്ക് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. മൂവിങ് ടു, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതി. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ഫോർമേഷൻ ഓഫ് കമ്പനീസ് ആണ്. എസ് എ പ്രതീക്ഷിക്കാം, 2 മാർക്സ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഫോർമേഷൻ ഓഫ് കമ്പനീസിൽ. സോ ഇതിൽ പ്രൊമോട്ടർ ആരാണ്, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ്. റോൾ ഓഫ് പ്രൊമോട്ടർ നോക്കണം. ദെൻ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി, പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ, നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും എസ് എ ആയിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഇൻകോർപ്പറേഷൻ, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി എന്താണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ് എ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഷെയർ ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം. അതിനുശേഷം എഗെയിൻ എസ് എക്ക് കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എസ് എക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ് എസ് എക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ദെൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഉള്ളിൽ തന്നെ പല ക്ലോസുകൾ കാണാം. നെയിം ക്ലോസ്, സിറ്റുവേഷൻ, ലയബിലിറ്റി ക്ലോസ്, അതൊക്കെ ചിലപ്പോൾ 2 മാർക്കിൽ വരാറുണ്ട്. ദെൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇത് 2 ഏതെങ്കിലും ഒരെണ്ണമാണ് എസ് എക്ക് വരാറ്. ഇത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം എസ് എക്ക് കണ്ടിട്ടുള്ളത്. 2 മാറി മാറി വരാറുള്ളതാണ്. ദെൻ നെക്സ്റ്റ് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വെയേഴ്സ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യമായിട്ടൊരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്.
ദെൻ അൾട്രാവയേഴ്സിൻ്റെ ഇഫക്ട്സ് എന്താണെന്നുള്ളത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇഫക്ട്സ് ഓഫ് അൾട്രാവയേഴ്സ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എസ് എക്ക് വരാറുള്ളതാണ്. മെമ്മോറാണ്ടമോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു എസ് എ ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ്. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ്. 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് പഠിച്ചിരിക്കുക. ദെൻ അതിൻ്റെ താഴെ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ എക്സെപ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് പ്രോസ്പെക്ടസ് എന്താണ്, 2 മാർക്സ് ചോദ്യം, നിർബന്ധമായി നോക്കിയിരിക്കണം പ്രോസ്പെക്ടസ്. ദെൻ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലീവ് ഇൻ പ്രോസ്പെക്ടസ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസ് സ്കിപ്പ് ചെയ്യരുത്. ദെൻ പിന്നെ നമുക്ക് ഇതൊക്കെയാണ് ആ മൊഡ്യൂൾ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ എസ് എ ടോപ്പിക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ മാറി മാറി വരാറുള്ളതാണ്. 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ്, ദെൻ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് അത് 5 മാർക്കിൻ്റെയിലും 2 മാർക്കിൻ്റെയിലും വരാറുള്ളതാണ്, മാറി മാറി. അതൊക്കെ കവർ ചെയ്ത് വെക്കുക, ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊന്നും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ആദ്യം പറഞ്ഞൊരു ചോദ്യം പ്രൊസീജിയർ ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ എക്സാമിന് 2 എസ് എ ഈ ഒരു സെയിം ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 2 എസ് എ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ എക്സാമിന് വന്നിട്ടുണ്ട്. എന്തൊക്കെ, ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി എന്താണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് മറ്റൊരു എസ്സേയും. അപ്പോൾ സെയിം മൊഡ്യൂളിൽ നിന്ന് തന്നെ 2 എസ് എ വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ബട്ട് ഞാൻ പറഞ്ഞു ടെക്നിക്കലായിട്ടുള്ള ടീംസ് ഒരുപാടുള്ളതാണ്, അതാണ് ഇതിലേക്ക് വരുമ്പോഴൊരു പ്രശ്നം. ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടായിരുന്നു ടെക്നിക്കലായിട്ടുള്ള ടീംസ് ഒഴിവാക്കി എന്താ പറയുക പെട്ടെന്നൊന്ന് പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊഡ്യൂൾ നമ്പർ 1ഉം അതുപോലെ തന്നെ 5ഉം പറഞ്ഞത്. ബട്ട് മാർക്സിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ബട്ട് അവിടെ ടെക്നിക്കലായിട്ടുള്ള ടീംസുകളും കാര്യങ്ങളും നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അതാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഡോക്ട്രിൻ ഓഫ് അൾട്രാവയേഴ്സ് എന്താണ്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്താണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്രിമെൻ്റാണ് അതിൻ്റെ കമ്പനിയുടെ. അപ്പോൾ അതിലൊക്കെ കറക്റ്റ് ടീമുകളും ലോ കറക്റ്റായിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ട്. ഈസി അല്ല ഒന്ന് വായിക്കാൻ, ഒന്ന് എന്താ പറയുക മെനക്കെടണമെന്ന് മാത്രം. ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങനെയില്ല, പക്ക ബേസാണ്, വായിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതും പഠിച്ചാൽ കിട്ടാതൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ അടുത്ത് എപ്പോഴും ലോയാണ്, അതിൽ ഈസി പോർഷൻസ് എടുത്ത് പറയാൻ പറയും. അതാണ് ഞാൻ ആദ്യത്തെ മൊഡ്യൂളും അവസാനത്തെ മൊഡ്യൂളും ഒന്ന് എടുത്തു പറയാൻ കാരണം. ബട്ട് മൊഡ്യൂൾ നമ്പർ 2 ക്രൂഷ്യൽ മൊഡ്യൂളാണ്, 2 എസ് എ വരെ വരാറുണ്ട്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3 ഷെയർ ക്യാപിറ്റൽ. ഇത് നിങ്ങൾക്കൊരു എഡ്ജ് നൽകുന്ന ഒരു മൊഡ്യൂളാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ 3rd സെമസ്റ്ററിൽ ഇതിലത്തെ പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഷെയർസ് എന്താണ്, കൈൻഡ്സ് ഓഫ് ഷെയർസിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് പബ്ലിക് ഇഷ്യൂ ഷെയർസ്, അതിൽ IPO എന്താണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് എന്താണ്, ദെൻ ഫോളോ ഓൺ പബ്ലിക് ഓഫറിങ് FPO എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഇഷ്യൂ ഷെയർസ് അറ്റ് പാർ, പ്രീമിയം, ഡിസ്കൗണ്ട്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ബുക്ക് ബിൽഡിംഗ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ബുക്ക് ബിൽഡിംഗ് എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. IPO, ബുക്ക് ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സ് 5 മാർക്കിൻ്റെയിലും വന്നിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. IPO റിപ്പീറ്റ് ആണ്. ദെൻ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. പിന്നെ സെബിയുടെ കാര്യങ്ങൾ, സെബി എന്താണെന്നുള്ളത് സെപ്പറേറ്റ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ
പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളതാണ്. അത് നമുക്കിനി വരും ഏരിയയിൽ കാണാനുണ്ട്. സെബീനെ പറ്റിയുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടാവും. ദെൻ ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ തേർഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള ടൈമുകൾ 5 മാർക്കിൻ്റെയിൽ ഏതെങ്കിലും ഒരെണ്ണോ 2 മാർക്കിൻ്റെയിലും പ്രതീക്ഷിക്കുന്നതാണ്. സ്വെറ്റ് ഇക്വിറ്റി റിപ്പീറ്റാണ്. സ്വെറ്റ് ഇക്വിറ്റിനെ പറ്റിയുള്ള ചോദ്യം നമ്മൾ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്നതാണ്. സ്വെറ്റ് ഇക്വിറ്റി, അതിൽ കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ സ്വെറ്റ് ഇക്വിറ്റി നിർബന്ധമായും പഠിച്ചിരിക്കണം. 2 മാർക്കിൻ്റെയിലോ 5 മാർക്കിൻ്റെയിലോ പ്രതീക്ഷിക്കാം. ദെൻ 2 മാർക്കിൻ്റെയിൽ വരുന്ന മറ്റൊരു ചോദ്യം ലോക്ക് ഇൻ പീരീഡ് എന്താണ്. ദെൻ പിന്നെ നെക്സ്റ്റ് ബോണസ്. അപ്പോൾ സ്വെറ്റ് ഉണ്ട്, ബോണസ് ഉണ്ട്. ബോണസ് ഷെയർസിനെ പറ്റിയിട്ടും അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നോക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റൈറ്റ് ഷെയർസ് ആണ്. അപ്പോൾ ഈ 3 ടോപ്പിക്, പിന്നെ ഇസോപ്പ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. അപ്പോൾ ഈ എന്തൊക്കെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഓർ ഷെയർസ് നമ്പർ 1, ബോണസ്, റൈറ്റ്, ഈ 3-ൽ ഏതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് 5 മാർക്കിൻ്റെയിൽ തിയറി ചോദ്യം പ്രതീക്ഷിക്കാം. 2 മാർക്കിൻ്റെയിൽ നമുക്ക് തിയറി ചോദ്യം പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 3 ടോപ്പിക്ക് പറഞ്ഞു. പിന്നെ ഇസോപ്പ് 2 മാർക്കിൻ്റെയിലാണ് ഏറ്റവും കൂടുതൽ വരാറ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? തേർഡ് സെമസ്റ്ററിൽ BCom കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ള ഏരിയാസാണ് കേട്ടോ. വലിച്ചു വാരി പഠിക്കേണ്ട ഓരോന്നും എന്താണ്, സ്വെറ്റ് എന്താണ്, ബോണസ് എന്താണ്, റൈറ്റ് എന്താണ്, അതിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളും കണ്ടീഷൻസും ഒക്കെ നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്താണ്? 2 മാർക്കിൻ്റെ തിയറിക്ക് വന്നിട്ടുള്ളതാണ്. 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സറണ്ടർ ഓഫ് ഷെയർസ് അഗെയിൻ 2 മാർക്കിൻ്റെ വന്നിട്ടുള്ളതാണ്. ഷെയർ സർട്ടിഫിക്കറ്റ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ഇതൊക്കെ വലിച്ചു വാരി പഠിക്കാണ്ട് എന്താണെന്ന് പഠിക്കുക. എഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ബൈ ബാക്ക് ഓഫ് ഷെയർസ്, അതിൻ്റെ കണ്ടീഷൻസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്താണ്, മാനർ ഓഫ് ബൈ ബാക്ക് ഓഫ് ഷെയർസ്. ഇതാണ് 5 മാർക്കിൻ്റെ ചോദിച്ചത് കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസിൻ്റെ ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, ഇനി 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ 2 വർഷത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്താണ്. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ടോപ്പിക്ക് റീമെറ്റീരിയലൈസേഷൻ എന്താണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഡീമെറ്റീരിയലൈസേഷൻ എന്താണ്, അതിൻ്റെ പ്രോസസ്സ്. റീമെറ്റീരിയലൈസേഷൻ എന്താണ്, അതിൻ്റെ കാര്യങ്ങളും മാറി മാറി വരാറുള്ളതാണ്, എന്തായാലും പഠിച്ചിരിക്കണം. ദെൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് സെക്യൂരിറ്റി, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് സെക്യൂരിറ്റി 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും നോക്കിയിരിക്കണം. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്താണെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ കേട്ടോ, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതൊക്കെ വലിച്ചു വാരി പഠിക്കാണ്ട് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ദാറ്റ്സ് അബൌട്ട് ഈ ഒരു മൊഡ്യൂളിൽ ഞാൻ 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോണസ്, ബൈബാക്ക്, ദെൻ സ്വെറ്റ്, ഇസോപ്പ്, ഇതൊക്കെ നമുക്ക് മാറി മാറി പ്രതീക്ഷിക്കാം. 2 മാർക്കിൻ്റെയിലും 5 മാർക്കിൻ്റെയിലും ആയിട്ട്. ഡിമെറ്റീരിയലൈസേഷൻ, റീമെറ്റീരിയലൈസേഷൻ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റ് ഏരിയസ് ആണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഷെയർ ക്യാപിറ്റലിൻ്റെ ചാപ്റ്റർ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ നമ്പർ 4 ആണ്. മൊഡ്യൂൾ നമ്പർ 4-ൽ നിന്ന് നമുക്ക് എസ്സേ പ്രതീക്ഷിക്കാം. 4 എസ്സേ ഉള്ളതിൽ നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 2 എസ്സേ വരെ വരാറുണ്ട്. അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 4 അതിൽ നിന്ന് വരാം, 5-ൽ നിന്ന് വരാം, ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ചില സമയത്താണ് ഈ പറഞ്ഞ ഒറ്റ മൊഡ്യൂളിൽ നിന്ന് 2 എണ്ണമൊക്കെ ഇടുന്നത്, ഞാൻ പറഞ്ഞു. അപ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് ഇതാണ് നമ്മുടെ ചാപ്റ്റർ, ബോർഡ് ആൻഡ് ഗവേണൻസ്. അപ്പോൾ ഇതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യം എല്ലാ പേപ്പറിലും ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റോ റിമൂവലോ അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മിക്ക പേപ്പറിലും വരുന്നതാണ്. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ്, അതിൽ പല ഡയറക്ടേഴ്സ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, പിന്നെ പല തരത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ കാര്യം 2 മാർക്കിൽ നമുക്ക് നോക്കിയിരിക്കണം. വിമൺ ഡയറക്ടർ 2 മാർക്ക് ചോദ്യം. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് 5 മാർക്കിൻ്റെയിലോ SCK ആയിട്ട് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടർ നോക്കിയിരിക്കണം 5 മാർക്കിൻ്റെയിലൊക്കെ. ദെൻ കമ്മിറ്റിയിൽ പലതരത്തിലുള്ള കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റീസ് ഓൺ ബോർഡ്. അതിൽ ഏതെങ്കിലും 2 മാർക്കിൻ്റെയിൽ വരാറുണ്ട്. അതിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചാണ് ഓഡിറ്റ് കമ്മിറ്റീനെ പറ്റിയിട്ട് 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടായിരുന്നതാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം. ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്, റെമ്യൂണറേഷൻ കമ്മിറ്റി ഉണ്ട്,
CSR കമ്മിറ്റി ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ 2 മാർക്കിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി, അതിൽ ഓഡിറ്റ് കമ്മിറ്റീനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബോർഡ് മീറ്റിങ്ങിനെ പറ്റിയിട്ട് നോക്കാനുണ്ട്. അതിനേക്കാൾ മുമ്പ് നമുക്ക് എസ്സേക്ക് പ്രതീക്ഷിക്കാം. അപ്പോയിൻമെൻറ്റ് പവേഴ്സ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ഡയറക്ടർ. എസ്സേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം പ്രൊസീജിയർ ഓഫ് അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടർ, ഇതാണ് എസ്സേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഓഫ് അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടർ എസ്സേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഡയറക്ടറിനെ പറ്റിയുള്ളൊരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഡയറക്ടറുടെ പവർ, അപ്പോയിൻമെൻറ്റ്, റിമൂവൽ, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് അപ്പോൾ വലിച്ചു വാരി പഠിക്കാണ്ട് അതിൽ പോയിന്റുകൾ എടുത്ത് പഠിക്കുക, റിമൂവലും അപ്പോയിൻമെൻറ്റും ഒക്കെ. കീ മാനേജീരിയൽ പേഴ്സണൽ ആരാണ്? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ ചാപ്റ്ററൊക്കെ കുട്ടികൾ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ടഫാണെന്നൊക്കെ പറയാറുള്ളതാണ്. ബട്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റെങ്കിലും പഠിച്ചു പോവുക. 2 മാർക്സ് 5 മാർക്സ് ഏരിയയിലേക്ക് വരുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട്. കീ മാനേജീരിയൽ പേഴ്സൺ ആരാണ്? KMP 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്. ദെൻ നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയുള്ളൊരു ചോദ്യം പലപ്പോഴും കണ്ടുവന്നുള്ളതാണ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്? 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ട് 5 മാർക്കിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് 5 മാർക്കിൻ്റെ തിയറിക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു ടോപ്പിക്കാണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് എസ്സേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് CSR 2 മാർക്കിൻ്റെയിലും പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ നമുക്ക് എസ്സേക്കും പ്രതീക്ഷിക്കാം. കോർപ്പറേറ്റ് ഗവേണൻസ് 2 മാർക്കിൻ്റെയിലും 5 മാർക്കിൻ്റെയിലും തിയറിക്ക് വരാറുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഡയറക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമുക്ക് എസ്സേക്ക് ഇടാറുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടർ, അവരുടെ ഡ്യൂട്ടീസ്, പവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ. അത് ഒരുപാടുണ്ട്, വലിച്ചു വാരി പഠിക്കാണ്ട് കറക്റ്റ് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, that's about module number 4. Moving to last module, company meetings and winding up. So ഈ ഒരു ടോപ്പിക്ക് ഇതിൽ നിന്നും നമുക്ക് എന്താണ് പറയുക, ചോദ്യങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞു വൈൻഡിങ് അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി മീറ്റിങ്സിനെ പറ്റിയിട്ടും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എസ്സേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനി മീറ്റിങ്സ് എന്താണ്, ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് കമ്പനി മീറ്റിംഗ്, വാലിഡ് കമ്പനി മീറ്റിങ്ങിനെ പറ്റിയിട്ട് എസ്സേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല തരത്തിലുള്ള മീറ്റിങ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് വേണമെങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. അപ്പോൾ മീറ്റിംഗ് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്, ക്ലാസ് മീറ്റിംഗ്, ദെൻ ഞാൻ പറഞ്ഞു റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായി നോക്കിയിരിക്കണം. ഞാൻ പറഞ്ഞു എസ്സേ ഇതായിരുന്നു. മീറ്റിംഗ് എന്താണ്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് കമ്പനി മീറ്റിംഗ്, പിന്നെ വാലിഡ് കമ്പനി മീറ്റിംഗ് എന്താണെന്നുള്ളത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചാപ്റ്ററിൽ കാണാൻ സാധിക്കും. എസ്സേക്ക് റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് എന്നുള്ളത് എസ്സേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വാറം എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഒരു 2 വർഷത്തെ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ക്വാറം. അതുപോലെ തന്നെ പ്രോക്സീസ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താണ്? 2 മാർക്ക് ചോദ്യം. അതുപോലെ തന്നെ ഓർഡിനറി റെസൊല്യൂഷൻ, അതിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്, നോക്കിയിരിക്കണം. അപ്പോൾ ഈ മീറ്റിംഗ് എന്താണ്, അതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നോക്കി വയ്ക്കുക. അതാണ് റിപ്പീറ്റായിട്ട് കണ്ടുവന്നില്ല. ക്വാറം നോക്കണം. മിനിറ്റ്സ് എന്താണ് മീറ്റിങ്ങിൽ? 2 മാർക്കിൻ്റെ ചോദ്യം. ഓക്കെ, മിനിറ്റ് ബുക്കിനെ പറ്റിയിട്ട് 2 മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. വലിച്ചു വാരി പഠിക്കേണ്ടതിൻ്റെ ഒരുപാടുണ്ട്, മെയിൻ കാര്യങ്ങൾ നോക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വാറം ഓഫ് ബോർഡ് മീറ്റിംഗ് ഉണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ വൈൻഡിങ് അപ്പിൻ്റെ ഏരിയയിലോട്ടാണ്. കമ്പനി സെക്രട്ടറിയുടെ ഫങ്ഷൻസ് 5 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് കമ്പനി സെക്രട്ടറി 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്, അത് നോക്കി വയ്ക്കുക. ഓക്കെ, കമ്പനി സെക്രട്ടറിയുടെ ഫങ്ഷൻസ്.
മൂവിങ് ടു ലാസ്റ്റ് ഏരിയ, വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി. എന്താണ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ദെൻ എന്താണ് മോഡ്സ് ഓഫ് ക്ലോഷർ ഓഫ് കമ്പനി. എങ്ങനെയൊക്കെ കമ്പനി ക്ലോസ് ചെയ്യാം എന്നുള്ളത് SAക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ കമ്പനിയുടെ മീറ്റിംഗ്, പിന്നെ മറ്റൊരു ചോദ്യം ലിക്വിഡേറ്റർ ആരാണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, നിർബന്ധമായി നോക്കിയിരിക്കണം. പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ലിക്വിഡേറ്റർ 5 മാർക്കിൻ്റെ. പിന്നെ കോൺസിക്വൻസസ് ഓഫ് വൈൻഡിങ് അപ്പ് ഉണ്ട് ലാസ്റ്റ്, അതും 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ വൈൻഡിങ് അപ്പ്, അതിൻ്റെ മോഡ്സ്, അതിൻ്റെ കോൺസിക്വൻസസ്, ഇത് നമുക്ക് 5 മാർക്കിൻ്റെയിലോ SAക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പിന്നെ മീറ്റിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം SAക്ക് ചോദിച്ചിട്ടുണ്ട്, അതും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതൊന്നും അല്ലാണ്ട് ഇപ്പം 5 മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. സെബി എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ്. ഒരു പ്രാവശ്യം SAക്ക് ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് സെബി, അതും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം SAക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നോക്കി വയ്ക്കുക. സെബിയുടെ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് നമുക്ക് SAക്കും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ 5 മൊഡ്യൂൾ. അപ്പോൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് മീറ്റിങ്ങിനെ പറ്റിയുള്ളൊരു ചോദ്യം, വൈൻഡിങ് അപ്പുമാണ് SAക്കുള്ള ടോപ്പിക്ക്. ഫസ്റ്റ് മൊഡ്യൂളിലത്തെ നമ്മൾ കോർപ്പറേറ്റ് വെയിലിൻ്റെ SAക്കുള്ളൊരു ടോപ്പിക്ക് പറഞ്ഞു. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഇൻകോർപ്പറേഷനും ഒക്കെ നമുക്ക് SAക്ക് കാണാറുണ്ടെന്ന് പറഞ്ഞു. തേർഡ് മൊഡ്യൂളിൽ നിന്ന് SAക്ക് എല്ലാ 2 മാർക്കും 5 മാർക്കാണ് കണ്ടുവരാറ്. മൊഡ്യൂൾ നമ്പർ 4 നിന്നും വരുന്ന റിപ്പീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 2 മാർക്സിൻ്റെയിലും പിന്നെ നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസും CSR ഒക്കെ 5 മാർക്കിൻ്റെയിൽ റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. 2 മാർക്കിൻ്റെയിലും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ്, ഒരുപാട് വായിക്കാനുള്ളൊരു സബ്ജക്റ്റാണ്. ടെക്നിക്കലായിട്ടുള്ള ടൈംസ് ഒരുപാടുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ എന്താണ് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി പാസ്സാകാൻ മൊഡ്യൂൾ നമ്പർ 1, മൊഡ്യൂൾ നമ്പർ 5, മൊഡ്യൂൾ നമ്പർ 3 ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പാസ് മാർക്കിനേക്കാൾ 50 to 60% കിട്ടും. ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ നിർബന്ധമായും മൊഡ്യൂൾ നമ്പർ 2 പക്കായിട്ട് പഠിക്കുക. കാരണം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു മൊഡ്യൂൾ. അതുകൂടി പഠിച്ചാൽ നമുക്കൊരു 70 ആ റേഞ്ചിൽ കിട്ടും. പിന്നെ എല്ലാതും ഞാൻ പറഞ്ഞ പോലെ കവർ ചെയ്താൽ 80 to 90% എബോവിലോട്ട് നമുക്ക് പോകാനും സാധിക്കും. ഇനി നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും ക്വിക്ക് റിവിഷനും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടിയും യൂസ്ഫുൾ ആയിരിക്കും സ്മാർട്ട് സ്റ്റഡിക്ക്. ദെൻ നമ്മുടെ BCom BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. QTeam കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് അവൈലബിൾ ആവുക കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.